പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെയാണ് വീട്ടിൽ തൈര് ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ. ആദ്യം തന്നെ പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. അതും പാക്കറ്റ് പാലാണ് എടുത്തിരിക്കുന്നത്. ഏറ്റവും നല്ല ടേസ്റ്റുള്ള തൈര് കേട്ടോ എപ്പോഴും വീട്ടിലൊക്കെ ഉള്ള പശുവിൻ്റെ പാലില്ലേ അതെടുക്കുമ്പോഴാണ് കേട്ടോ. പാൽ നല്ലപോലെ തിളപ്പിച്ചെടുക്കണം. പാക്കറ്റ് പാലും കൂടി ആവുന്ന സമയത്ത് അതിൽ വെള്ളത്തിൻ്റെ ഒരു അംശം കൂടുതലായിരിക്കും. അപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് കുറുക്കിയെടുത്ത് മാറ്റി വയ്ക്കാം. ഞാനിപ്പോൾ തൈര് ഉണ്ടാക്കാൻ പോകുന്നത് സാധാരണ ഒരു ചില്ല് കുപ്പിയിലാണ് കേട്ടോ, അതായത് ഒരു സാധാരണ ഗ്ലാസ് ബോട്ടിൽ. ഇപ്പം നമ്മളെ പാലൊക്കെ നല്ലപോലെ തണഞ്ഞിട്ടുണ്ട്, അതായത് ചൂടൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ പാലിനി ഒരു ഗ്ലാസ് ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് തൈരാവാൻ വേണ്ടിയിട്ട് തൈരോ അല്ലെങ്കിൽ മോരോ അങ്ങനെ പുളിയുള്ള എന്തെങ്കിലും ഒരു സാധനമാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ മോരാണ് എടുത്തിരിക്കുന്നത്. ഇത് വീട്ടിലുണ്ടാക്കിയ മോര് തന്നെയാണ്. നല്ല കട്ടിത്തൈരാണ് വേണ്ടതെന്ന് വെച്ചാൽ തൈരനെ ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ നല്ലത്. ഇനി ഈ ഒരു മോര് ആ ഒരു ഗ്ലാസ് ബോട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. മോരോ അല്ലെങ്കിൽ തൈരോ എന്ത് വേണമെങ്കിലും ചേർക്കാതെ ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം. ഈ ഒരു സമയത്ത് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും പാല് ചെറുതായിട്ടൊന്നും ഇങ്ങനെ പിരിഞ്ഞ് വരുന്ന പോലെയൊക്കെ തോന്നും കേട്ടോ. ഞാനിതിപ്പോൾ രാത്രിയാണ് ഉണ്ടാക്കുന്നത്. ഇനി ഇതിൽ വേറെ ഒന്നും ചേർക്കാനൊന്നുമില്ല. ഇനി മൂടി വെച്ചിട്ട് ഇത് രാവിലെ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. രാവിലെ ആകുമ്പോഴേക്കും നമ്മൾ തൈര് സെറ്റായിട്ടുണ്ട്. വീട്ടിലുണ്ടാക്കുന്നതിനെ കൊണ്ട് തന്നെ ഈ ഒരു തൈരിന് നല്ലൊരു സ്മെല്ലും ആയിരിക്കും ഉണ്ടായിരിക്കുക. ഒരു വെണ്ണേൻ്റെ ഒക്കെ പോലത്തെ ഒരു സ്മെല്ല് പോലെ തോന്നും. നല്ല ടേസ്റ്റാണ്. കുറച്ചും കൂടെ കട്ടിയിൽ വേണമെങ്കിൽ കട്ടത്തൈര്, ഈ മോരിന് പകരം കട്ടത്തൈര് ചേർത്തിട്ട് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. ഈ ഒരു തൈര് 2 ദിവസം വരെയൊക്കെ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അതിനുശേഷം പിന്നെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണെങ്കിൽ ഒരാഴ്ച വരെയൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഈ ഒരു തൈര് കൊണ്ട് കാളൻ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതായത് ഒരു വെണ്ണേൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഇങ്ങനെ എടുത്ത് നിൽക്കുന്ന പോലെ തോന്നും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അതുപോലത്തെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.